ഹലോ മക്കളെ, ഇപ്പോൾ എൻ്റെ കുട്ടികളെല്ലാവരും നമ്മുടെ 9ാം ക്ലാസ്സിൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഒരു വെക്കേഷൻ മൂഡ് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും അല്ലേ. അപ്പം ഇനി നെക്സ്റ്റ് ഇയറിൽ എന്താണെന്ന് ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാവരും 10ാം ക്ലാസ്സിലേക്കാണ് പോകുന്നത്. ഫുൾ A+ എന്ന് പറയുന്ന ഒരു ഡ്രീമുമായിട്ടാണ് നിങ്ങൾ 10ാം ക്ലാസ്സിലേക്ക് വരുന്നത്. അപ്പോൾ 9ാം ക്ലാസ്സിൻ്റെ എക്സാം കഴിഞ്ഞപ്പം നിങ്ങൾ കുറച്ച് പേരെങ്കിലും യെസ്, ഇത് കുറച്ചും കൂടി നേരത്തെ പഠിച്ചിരുന്നെങ്കിൽ എനിക്ക് നല്ലതായിരുന്നു, എനിക്ക് കുറച്ചുകൂടി നന്നായിട്ട് എക്സാം എഴുതാൻ പറ്റിയിട്ടുണ്ടാവുമായിരുന്നു എന്ന് ചിന്തിക്കുമായിരുന്നു. കുറച്ച് മക്കളെങ്കിലും പറയുന്നുണ്ടാവും, മിസ് ടെക്സ്റ്റ് ബുക്ക് മാറിയതായിരുന്നു, അതുകൊണ്ട് ഞങ്ങൾക്ക് സ്റ്റാർട്ടിങ് മുതലൊന്നും പഠിക്കാൻ പറ്റിയില്ല. ഇങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ, ഒന്നാമത്തെ കാര്യം, ഈ ടെക്സ്റ്റ് ബുക്ക് മാറിയ പ്രശ്നം നിങ്ങളെ നെക്സ്റ്റ് ഇയറിലും നിങ്ങളെ ബാധിക്കും. നിങ്ങൾക്കതൊരു പ്രശ്നമായിട്ടുണ്ടെങ്കിൽ, അതായത് നിങ്ങൾക്ക് തുടക്കം മുതലേ പഠിക്കാൻ നിങ്ങളൊരു ബാച്ചിലൊന്നും ഉണ്ടായിരുന്നില്ല, നിങ്ങൾ ട്യൂഷനൊന്നും അങ്ങനെ പോയിട്ടില്ല, അങ്ങനെയായിരുന്നുണ്ടെങ്കിൽ ചിലപ്പോൾ നിങ്ങളെ നെക്സ്റ്റ് ഇയർ അത് ബാധിക്കാൻ ചാൻസ് ഉണ്ട്. കാരണം 10ാം ക്ലാസ്സിൽ നെക്സ്റ്റ് ഇയർ ടെക്സ്റ്റ് ബുക്ക് മാറുകയാണ്. മാറിയ ടെക്സ്റ്റ് ബുക്കൊക്കെ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. അപ്പം ഈ ക്ലാസ്സുകൾ നമുക്ക് വേറെ എവിടെയും യൂട്യൂബിലും ഒന്നും കിട്ടുന്നുണ്ടാവില്ല, ഇതുവരെ എവിടെയും തുടങ്ങിയിട്ടുമില്ല. അപ്പം നമ്മളിത് എങ്ങനെയാണ് സ്റ്റാർട്ടിങ് മുതൽ പഠിക്കുക അല്ലേ? നമ്മൾ 9ാം ക്ലാസ്സിൽ നമ്മൾ സ്റ്റാർട്ടിങ് മുതൽ പഠിക്കാത്തതുകൊണ്ട് നമുക്ക് കുറേ പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. റിവൈസ് ചെയ്യാൻ സമയം കിട്ടിയിട്ടുണ്ടാവില്ല. ചിലപ്പോൾ ലാസ്റ്റ് മിനിറ്റിൽ പഠിച്ചപ്പോൾ കോൺസെപ്റ്റ് നല്ലപോലെ മനസ്സിലായിട്ടുണ്ടാവും, പക്ഷേ ചോദ്യങ്ങൾക്ക് നമ്മൾ വിചാരിച്ച രീതിയിൽ നമുക്ക് ഉത്തരം എഴുതാൻ പറ്റിയിട്ടുണ്ടാവില്ല. അപ്പോൾ ഇതൊക്കെ നമുക്ക് മാറ്റാനുള്ളൊരു സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്റ്റാർട്ടിങ് മുതൽ പഠിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 9ാം ക്ലാസ്സിൽ എൻ്റെ മക്കൾ സ്റ്റാർട്ടിങ് മുതൽ പഠിച്ചിട്ടില്ലെങ്കിൽ പല കാരണങ്ങൾ കൊണ്ടാകാം, പക്ഷേ 10ാം ക്ലാസ്സിൽ നിങ്ങളത് ചെയ്യരുത്. സ്റ്റാർട്ടിങ് മുതൽ തന്നെ പഠിക്കണം. അത് നിങ്ങൾക്ക് എവിടുന്ന് വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും പഠിക്കാം, പക്ഷേ കണ്ടീഷൻ ഇത്രയേ ഉള്ളൂ, സ്റ്റാർട്ടിങ് മുതൽ പഠിക്കണം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എൻ്റെ കുട്ടികൾക്ക് എല്ലാവർക്കും ഫുൾ A+ വളരെ ഈസി ആയിട്ട് വാങ്ങിക്കാൻ പറ്റും. അതിന് എക്സാമിനറുടെ കൂടെയാണെങ്കിൽ നമുക്ക് ഗ്യാരണ്ടി ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് എല്ലാവർക്കും ഫുൾ A+ വാങ്ങിച്ചു തരാൻ പറ്റുമെന്ന്. കാരണം ഇത്രയും വർഷത്തെ നമ്മളുടെ എക്സ്പീരിയൻസിൽ നമ്മൾ പറഞ്ഞ പോലെ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കണ്ട് മനസ്സിലാക്കി അത് വർക്കൗട്ട് ചെയ്തിട്ടുള്ള മക്കൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി നമ്മളുടെ എക്സാമിനറിൻ്റെ കൂടെ നമ്മുടെ ലക്ഷ്യ ബാച്ചിലാണ് നിങ്ങൾ പഠിക്കാൻ പോകുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ വെയിറ്റ് ചെയ്ത് അവിടെ ലൈവ് ക്ലാസ്സുകളാണുള്ളത്. അതായത് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് മാറിയതായിക്കോട്ടെ, കണ്ടൻറ്റ് മാറിയതായിക്കോട്ടെ, അതൊന്നും നിങ്ങളെ ബാധിക്കാത്ത രീതിയിൽ നിങ്ങൾക്ക് ഏറ്റവും ക്ലാരിറ്റിയിൽ കോൺസെപ്റ്റ് ക്ലിയർ ആക്കി തരാൻ വേണ്ടിയിട്ട് കംപ്ലീറ്റ് ചാപ്റ്റേഴ്സ്, കംപ്ലീറ്റ് സബ്ജക്ട്സ് നമ്മൾ ലൈവായിട്ടായിരിക്കും എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് അതിൽ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ ക്ലിയർ ചെയ്യാൻ വേണ്ടി പറ്റും. ഇനി ലൈവ് മിസ്സായാൽ എന്താക്കും, ഈ ലൈവിൻ്റെ റെക്കോർഡഡ് വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. അപ്പോൾ നിങ്ങൾക്ക് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി പറ്റും. ഇനി നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ, ഇപ്പോൾ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുണ്ടാവില്ല, പക്ഷേ ഈ ചാപ്റ്റേഴ്സ് മാറിയിട്ടുണ്ട്. പക്ഷേ അതിനകത്ത് എന്താ വെച്ചാൽ പഴയ ടെക്സ്റ്റ് ബുക്കിലുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, കുറച്ച് എക്സ്ട്രാ കാര്യങ്ങളുണ്ട്. അപ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നൊരു സംഭവം നമുക്ക് എന്തുണ്ട്, നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. അപ്പോൾ അതെങ്ങനെയാണ് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ കിട്ടുക, ചാപ്റ്റർ മാറിയില്ലേ എന്ന് ചോദിക്കുകയാണെങ്കിൽ മക്കളെ, പണ്ടത്തെ കണ്ടൻറ്റ് അതൊക്കെ തന്നെയാണ്, ചാപ്റ്ററിൻ്റെ ഓർഡറും കണ്ടൻറ്റ് ഇച്ചിരി വ്യത്യാസം വരുത്തുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമ്മുടെ ആപ്പിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാകും. ഓക്കെ, ഇനി നിങ്ങൾക്ക് ഈ പഠിക്കുന്നതൊക്കെ നിങ്ങൾക്ക് എഴുതി ഒന്ന് എക്സാം എഴുതിയൊരു പ്രാക്ടീസിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ചാപ്റ്റർ വൈസ് എക്സാം ഉണ്ടാകും. അതൊന്നും പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് ഓണ പരീക്ഷ ആയിക്കോട്ടെ, ക്രിസ്മസ് പരീക്ഷ ആയിക്കോട്ടെ, ഇനി നമ്മുടെ പബ്ലിക് എക്സാം ആയിക്കോട്ടെ, ഇതിനൊക്കെ മുമ്പ് നിങ്ങൾക്ക് നമ്മളുടെ എക്സാമിനർ കണ്ടക്ട് ചെയ്യുന്ന മോഡൽ എക്സാം ഉണ്ടാകും. ഇതൊന്നും പോരാഞ്ഞിട്ട് നിങ്ങൾക്ക് എക്സ്ട്രാ അഡീഷണൽ ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ഷീറ്റ് ഉണ്ടാകും. ഇതൊക്കെ വെച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞ അവസാനം നമ്മളൊരു റിവിഷനും കൂടെയൊക്കെ ആവുന്ന സമയത്ത് എൻ്റെ മക്കൾക്ക് എന്താണ്, അടിപൊളിയായിട്ട് ഫുൾ A+ എന്ന് പറയുന്ന ഒരു കാര്യത്തിലേക്ക് എത്താൻ പറ്റും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമ്മളുടെ എക്സാമിനറിൻ്റെ ലക്ഷ്യ ബാച്ചിൻ്റെ കൂടെ നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ എൻ്റെ മക്കൾ ടൈം വേസ്റ്റ് ചെയ്യാതെ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. കാരണം മാർച്ച് അവസാനം വരെ മാത്രമേ ഈ ഒരു ഓഫർ ഫീ ഉണ്ടാവുള്ളൂ, അത് കഴിഞ്ഞാൽ നോർമൽ ഫീ ആയിരിക്കും. നിങ്ങൾ എക്സാമിനറിൻ്റെ കൂടെ നമ്മുടെ ലക്ഷ്യ ബാച്ചിൻ്റെ കൂടെയാണ് പഠിക്കാൻ തീരുമാനിച്ചതെങ്കിൽ ഒട്ടും തന്നെ ലേറ്റ് ആക്കാതെ വേഗം തന്നെ താഴെ കാണുന്ന നമ്പറിൽ മെസ്സേജ് ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. നമുക്കിനി ലക്ഷ്യ ബാച്ചിൽ കാണാം.